ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ധ്യാന വിഷയമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയും 19-ാം അധ്യായം 1-ാം തിരുവചനവുമാണ്. ഈ വചനഭാഗത്തിലൂടെ നാം അനുയാത്ര ചെയ്യുമ്പോൾ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠമെന്തെന്നോ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയതയാണ്. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, എന്നോട് കലഹിക്കുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? യേശു പറയുന്നു, 7 എന്നല്ല, 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 7 × 70 490 പ്രാവശ്യം. സത്യത്തിൽ നാം നമ്മുടെ സഹോദരങ്ങളോട് നിരുപാധികം പൊറുക്കണമെന്ന് പഠിപ്പിക്കുന്ന പാഠമാണ് ഇന്നത്തെ സുവിശേഷം. എപ്പോഴും പൊറുക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. കാരണമെന്തോ, സ്വർഗത്തിലെ ദൈവം നിരുപാധികം നമ്മോട് ക്ഷമിക്കുന്നു. തുടർന്ന് യേശു പറയുന്ന ഉപമ ഏറെ ശ്രദ്ധേയമാണ്. ഒരു യജമാനൻ 10,000 താലന്ത് ഇളവ് ചെയ്തു കൊടുത്തു. കാരണം അവന് വീട്ടുവാൻ വശമില്ലായിരുന്നു. എന്നാൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ് തരാനുണ്ടായിരുന്ന സഹവൃത്തനെ കാണുകയും അവനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചുകൊണ്ട്, എനിക്ക് തരേണ്ടത് ഇപ്പോൾ തന്നു തീർക്കുക എന്ന് പറയുകയും അവൻ കാൽക്കൽ വീണ് അപേക്ഷിച്ചിട്ടും അവനോട് കരുണ കാണിക്കാത്ത ആ ഭൃത്യൻ തൻ്റെ സഹവൃത്യനെ കാരാഗൃഹത്തിലടയ്ക്കുകയും ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ യജമാനൻ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അവനെ വിളിച്ച് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതല്ലായിരുന്നു? യഥാർത്ഥത്തിൽ ഈ ഉപമ നമുക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ ഓർക്കാതെ അവൻ്റെ കാരുണ്യത്തിൻ്റെ കൃപ മറന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന ജീവിതാനുഭവം, അത് നൊമ്പരപൂർണമായ ഒന്നാണ്. നാം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും മറച്ചു പിടിച്ചുകൊണ്ട് അവരൻ്റെ കുറവുകളെ പർവ്വതീകരിക്കുന്ന അനുഭവമുണ്ട്. 10,000 താലന്ത് ഇളവ് ചെയ്ത് കിട്ടിയവരാണ് നമ്മൾ. നമ്മൾ 100 ദനാറയ്ക്ക് വേണ്ടി സഹോദരനെ ജയിലിലടയ്ക്കുന്നു. ഇത് നീതിരഹിതമായ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ വലിയ ഔദാര്യം സ്വീകരിച്ച നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് അല്പം കരുണ കാണിച്ചു എന്ന് കരുതി ഒരു കുറവുമില്ല, അപ്രകാരം നമ്മൾ ആകണമെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കരുണയില്ലാത്ത പ്രവൃത്തി ദൈവത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ശിക്ഷാർഹമായ തെറ്റാണ് ചെയ്യുന്നത് എന്ന് സുവിശേഷം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ടും അവരൻ്റെ വീഴ്ചകൾ പൊറുത്തുകൊണ്ടും മാപ്പ് നൽകിക്കൊണ്ടും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയണം. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടുകൂടി ജീവിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതം ക്ഷമയുടെ ആത്മീയത സ്വന്തമാക്കിയതാകണം. മറ്റുള്ളവരെ കുറച്ചുകൂടി മനസ്സിലാക്കാനും അവരുടെ കുറവുകൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പൊറുക്കുവാനും നമുക്ക് സാധ്യമാകുമ്പോൾ നമ്മുടെ വീഴ്ചകളെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം നമുക്കുണ്ടാകും. സുവിശേഷത്തിൽ ക്രിസ്തു ഹൃദയപൂർവ്വം പൊറുക്കുവാനാണ് പഠിപ്പിച്ചത്. അതെ, ഹൃദയമുള്ളവർക്ക് മാത്രമേ അവരുടെ സങ്കടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് കരുണ കാണിക്കാനാകൂ. ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന കാരുണ്യം അതാണ്. നാം നിസ്സഹായരും ബലഹീനരുമാണ് എന്ന് അവിടത്തേക്ക് അറിയാം. അവിടെ നമ്മോട് നിരുപാധികം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്തതുപോലെ നമുക്കും ഹൃദയപൂർവ്വം നമ്മുടെ സഹോദരങ്ങളോടും ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.